പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ ഒരു സാഹിത്യ നഗരം എന്നുള്ള സ്റ്റാറ്റസ് നമ്മുടെ കോഴിക്കോടിനുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ സാഹിത്യ നഗരമായ കോഴിക്കോട് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ഗംഭീരമായ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടന്നത്. അതിനുശേഷം പ്രശസ്തമായ ഈ കലാലയത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ നിങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും മുന്നിട്ടിറങ്ങി എന്നുള്ളത് എത്രയും ശുഭോദർക്കമായൊരു കാര്യമാണ്. കാരണം വളരെയധികം വൈവിധ്യങ്ങളായിട്ടുള്ള നിരവധി വിഷയങ്ങളെ എടുത്തുകൊണ്ട് അത് വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും പരിചയപ്പെടുത്താനും അവരായിട്ട് സംവദിക്കാനുമുള്ള ഒരു ബൃഹത്തായ ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങളെ എടുത്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അവരുടെ സുഹൃത്തുക്കളെയും എല്ലാം ആദ്യമായി ഞാൻ അനുമോദിക്കുകയാണ്. അവരെ എല്ലാവിധ ആശംസകളും നൽകുകയാണ്. കാരണം ഇത് നല്ല നിലയിൽ പരിസമാപ്തിയിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിൽ കേവലം സാഹിത്യം ചർച്ച ചെയ്യുന്നു എന്നുള്ള ആ പതിവ് രീതി നമ്മൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണാം. സംസ്ഥാന തലത്തിൽ നടത്തിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും ചർച്ച ചെയ്ത വിഷയങ്ങൾ വളരെ വൈവിധ്യമാർന്ന വിഷയങ്ങളാണ്. അത് കേവലം സാഹിത്യത്തിലൂന്നിയുള്ള ഒരു സംഗതിയായിരുന്നില്ല. എന്ന പോലെ ഇവിടെയും ഇതിൻ്റെ ബ്രോഷർ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ വൈവിധ്യമുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമഗ്രമായ ഒരു സാമൂഹ്യ വീക്ഷണത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അത് നല്ലൊരു തുടക്കമാണ്. ഈ കോളേജിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു കോളേജ് ലെവലിൽ ഇത്തരത്തിൽ ഒരു ഗംഭീരമായ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ അവരുടെ ഒളിഞ്ഞു കിടക്കുന്ന അവരുടെ സർഗശേഷിയെയും കഴിവിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ്. അതിന് മുന്നിട്ടിറങ്ങിയ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഇന്നത്തെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. പറഞ്ഞ പോലെ വിഷയം ശാസ്ത്രത്തിൻ്റെ വിചിത്ര സഞ്ചാര പദങ്ങൾ എന്നുള്ള വിഷയമാണ്. അപ്പോൾ ആമുഖത്തിൽ ഏങ്കർ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ശാസ്ത്രം നേരിടുന്ന വെല്ലുവിളികൾ, ശാസ്ത്രം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, ശാസ്ത്രം നമ്മുടെ ജീവിതമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, മാനവ പുരോഗതിയുടെ അല്ലെങ്കിൽ ആ പുരോഗതി ഈ ഇന്നത്തെ നിലയിലേക്ക് എത്താനായിട്ട് ശാസ്ത്രം നമ്മളെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഏങ്കർ ഇവിടെ പറഞ്ഞു ശാസ്ത്ര ദുരന്തങ്ങളും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വേദിയായിട്ട് ഇത് മാറണം. ഇതിൽ റിസോഴ്സ് പേഴ്സൻ്റെ അവതരണത്തിന് ശേഷം വിദ്യാർത്ഥികൾ സക്രിയമായി ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത് ഇത് സമ്പുഷ്ടമാക്കണമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് മാനവ വികാസ പരിണാമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ശാസ്ത്ര ചരിത്രം തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ വികാസവും പരിണാമവും ബന്ധപ്പെടുത്താത്തൊരു ശാസ്ത്രം, അങ്ങനെ ഒരു ശാസ്ത്രമില്ല.
ഇപ്പോൾ ശാസ്ത്രമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാസമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അത് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. പക്ഷെ നമുക്കെല്ലാം അറിയുന്ന പോലെ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും അത് വളരെയധികം വേഗതയോടെ കൂടി ആ സംഭവം സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ശാസ്ത്ര പുരോഗതി എന്ന് പറയുന്നത് വളരെ വേഗത്തിലായി എന്നുള്ളതും അതിനനുസരിച്ച് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ മാറി, ജീവിത നിലവാരം വളരെ മാറി എന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. ഒരുപക്ഷെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദശകത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 3-4 ദശകത്തിലുമാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്. പക്ഷെ ആ കാലഘട്ടത്തിലാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ 2 വേൾഡ് വാർ, 2 ലോക യുദ്ധങ്ങൾ നടന്നതും, 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും നടന്നതും ആ കാലഘട്ടങ്ങളിലായിരുന്നു എന്നുള്ളത് വളരെ നമുക്ക് വളരെ ആശ്ചര്യത്തോടുകൂടി, അല്ലെങ്കിൽ വളരെ സർപ്രൈസോടുകൂടി, അല്ലെങ്കിൽ വളരെ ആശ്ചര്യത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ അക്കാലത്ത് കണ്ടുപിടുത്തങ്ങളുടെ ഒരു നിര തന്നെയായിരുന്നു. അത് മനുഷ്യൻ്റെ ജീവിതത്തെയും സമൂഹത്തിൻ്റെ വളർച്ചയെയും രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തെയും അതിന് ആധിക്യം കൂട്ടിയെന്നുള്ളതൊരു സത്യമാണ്. ഈ രാഷ്ട്ര പുരോഗതി, ശാസ്ത്ര പുരോഗതിയോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു, സമൂഹത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു, രാജ്യങ്ങളുടെ ശേഷി സമ്പത്ത് മെച്ചപ്പെടുന്നു. പക്ഷെ അതോടൊപ്പം ഉണ്ടായൊരു സംഗതിയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരം. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അത് അതിൻ്റെ ദിശകളെല്ലാം മാറിയിട്ടുണ്ടാകാമെങ്കിലും അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇതോടൊപ്പം നമ്മളെ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നിസ്തർക്കം പറയാം, ശാസ്ത്ര പുരോഗതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പുരോഗതിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മൾക്കെല്ലാം അറിയുന്ന പോലെ ഇന്ന് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വന്ന് നിൽക്കുകയാണ്. വരും കാലങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത ദശകത്തിൽ, പിന്നീടുള്ള കാലങ്ങളിൽ ശാസ്ത്രം ഏത് ദിശയിലായിരിക്കും പോകുക എന്നുള്ളത് ഇന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ തർക്കമറ്റൊരു കാര്യമുണ്ട്, വളരെ ലളിതമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ചിന്തിച്ചു നോക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പ്രപഞ്ചത്തെ അറിയാനുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസയാണ് നമ്മളുടെ പ്രകൃതിയെയും ചുറ്റുപാടിനെയും മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസയാണ് ശാസ്ത്രത്തിന് തുടക്കമിടുന്നത്, ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇനിയും നമ്മൾ അറിയാത്ത എത്രയോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്, ഇനിയും ശാസ്ത്രം എത്രയോ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതിനുള്ള ഒരു ചൂണ്ടുവിരലാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ശാസ്ത്ര ഗവേഷണങ്ങളും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും മനുഷ്യരാശിയുള്ള കാലത്തോളം തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഏത് ദിശയിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. ഒരു 30 കൊല്ലം മുൻപ്, അല്ലെങ്കിൽ ഒരു 40-45 കൊല്ലം മുൻപ് ഇപ്പോൾ കോഴിക്കോട് നമുക്ക് ടെലിവിഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയില്ല. പക്ഷേ ടെലിവിഷൻ വന്നു, മൊബൈൽ ഫോൺ ഉണ്ടാകുമെന്ന് 80കളിൽ പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല. 90കളുടെ അവസാനത്തോടെയാണ് മൊബൈൽ ഫോൺ നമുക്ക് കിട്ടിയത്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഡയമെൻഷനിലേക്ക് മൊബൈൽ ടെക്നോളജി എത്തിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തും നമ്മളുടെ വിരൽ തുമ്പിൽ ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ ആ പുരോഗതി, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അത്രയും വേഗത്തിലാണ് നമുക്കറിയാൻ പറ്റും. ഇന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലും നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അതിനെക്കുറിച്ച് ആദിയുമുണ്ട്, വ്യാധിയുമുണ്ട്. അത് നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ഭയപ്പെടുന്നവരുണ്ട്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതൊരു പ്രശ്നമുണ്ടാകുമ്പോഴും അതിനെ തരണം ചെയ്യാൻ ശാസ്ത്രം തന്നെ ഒരു ഉപാധി കണ്ടെത്തുമെന്നുള്ളതാണ്.
നമ്മൾക്കെല്ലാം അറിയുന്ന പോലെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും മരവിച്ചു പോയൊരു കാലഘട്ടമായിരുന്നു. കേവലം 3-4 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യമാണ്. ലോകമാസകലം മരവിച്ചു പോയൊരു കാലഘട്ടമാണ്. എത്രയോ മരണങ്ങൾ സംഭവിച്ചു. പക്ഷേ ശാസ്ത്രം ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം 1.5 വർഷം 2 വർഷത്തിനുള്ളിൽ ആ രോഗത്തെ പിടിച്ചു നിർത്താനുള്ള, ആ പകർച്ചവ്യാധിയെ പിടിച്ചു നിർത്താനുള്ള വാക്സിനുകൾ കണ്ടെത്തി. നമ്മുടെ ഇന്ത്യയും അതിൽ വളരെ മുന്നിലായിരുന്നു. ഇന്ത്യക്കും ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ മാത്രമുള്ള വാക്സിൻ നിർമ്മിക്കാൻ ഇന്ത്യക്കും സാധിച്ചു എന്നുള്ളത് തർക്കമറ്റൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ നിന്നും തന്നെ ക്ലിയർ ആവുന്ന ഒരു കാര്യം, എപ്പോൾ നമ്മളൊരു ക്രൈസിസ് നേരിടുന്നുവോ അതിന് ഒരു ഉപാധി കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയും. സച്ച് അമേസിംഗ് ആർ ദി ആക്ടിവിറ്റീസ് ഓഫ് സയൻസ്. സയൻസിൻ്റെ കഴിവുകൾ അത്രമാത്രമാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരുന്ന പ്രയാസങ്ങളെ കൊണ്ടാണ്. ശാസ്ത്രം മനുഷ്യൻ്റെ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ദുരന്തങ്ങൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഈ കോവിഡ് പോലെയുള്ള ചില ദുരന്തങ്ങൾ വന്നിരിക്കാം. പക്ഷെ അതിന് ഒരു ഉപാധി താമസിയാതെ തന്നെ കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മുന്നോട്ട് പോയേ തീരൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യൻ്റെ പുരോഗതി അതുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്തായാലും കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആമുഖമായി ഏതാനും ചിന്തകൾ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. നമ്മുടെ പ്രഭാഷണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇവിടെ വിഷയം ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ വിചിത്ര സഞ്ചാര പദങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരനായ, എല്ലാവർക്കും അറിയും അദ്ദേഹത്തെ, ഡോക്ടർ സുജിത്. ഈ കോളേജിന് നിശ്ചയമായിട്ടും അദ്ദേഹത്തെ അറിയേണ്ടതാണ്. അദ്ദേഹം BSc കെമിസ്ട്രി പഠിച്ചത് ഈ കലാലയത്തിലാണ്. BSc കെമിസ്ട്രി ഇവിടെ പഠിച്ചതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം MSc ചെയ്തത്. അതിനുശേഷം അവിടെ NIT കാലിക്കറ്റിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോട് അദ്ദേഹം പോളിമർ കെമിസ്ട്രിയിലെ PhD നേടി. അതിനുശേഷം ജപ്പാനിലെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന കെമിസ്ട്രിയിലും ഫിസിക്സിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത്. അതിനുശേഷം അദ്ദേഹം NIT-യിൽ 2008 അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 16 വർഷക്കാലമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹം അവിടെ പ്രൊഫസറാണ്. 2 വർഷം അദ്ദേഹം 2000 മുതൽ 2002 വരെയുള്ള 2 വർഷം അവിടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പോളിമേഴ്സിനെ കുറിച്ചും ബയോമെറ്റീരിയൽസ്, നാനോ കോമ്പോസിറ്റ്സ് തുടങ്ങിയ ഏരിയകളിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഗവേഷണം നടത്തുന്നത്. ഏകദേശം 100ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ അന്തർദേശീയ ജേണലുകളിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ, അക്കാഡമിക് ബുക്സ് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ മലയാളത്തിൽ അദ്ദേഹം ശലഭച്ചിറകുകൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര സംബന്ധിയായ, പക്ഷേ കുട്ടികൾക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. കൂടാതെ പല തലങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, NIT-യിലും മറ്റുമൊക്കെ പല രംഗങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ അത് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ ശാസ്ത്രം പൊതുജനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനും വിദ്യാർത്ഥികളുമായിട്ട്, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധിപ്പിക്കാനൊക്കെയുള്ള നിരവധി പഠന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ അദ്ദേഹം രസതന്ത്രത്തിൽ സാമാന്യ ഭാഷയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒട്ടനവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ളൊരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അതിന് ഫിറ്റായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ഏറ്റവും യോഗ്യനായ
ഒരാളെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ സുജിത്തിന് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും അതേപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രോതാക്കളുടെയും പേരിൽ ആത്മാർത്ഥമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് താങ്കളെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ വിവിധ സഞ്ചാര പദങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സുജിത് സാറ് നിങ്ങളായിട്ട് സംവേദിക്കും, അദ്ദേഹം സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ചർച്ചയിൽ ഏർപ്പെടാം. ഏതായാലും ആൾക്കാർ എണ്ണം കൊണ്ട് കുറവാണെങ്കിലും നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുമെന്നും ഈ ഒരു സെഷൻ ഏറ്റവും വിജയപ്രദമാക്കുമെന്നും നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വെൽക്കം സർ. എൻ്റെ ഗുരുതുല്യനായ ആരാധ്യനായ ദേവദാസ് സാർ, ഈ കോളേജിലെ സാഹിത്യ ശാസ്ത്ര പ്രേമികളായിട്ടുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ചാറൽ മഴയുടെ തോളത്ത് കൈയിട്ട് പുന്നാരം ചൊല്ലി നടന്നോരിടവഴി തോരാതെ പെയ്യുമാ ഓർമ്മയിൽ നനയുന്നു നാം തീർത്ത കളിവീടും സ്വപ്നത്തിൻ ബാല്യവും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല, അത് കുട്ടിക്കാലമാണ്. എന്തുകൊണ്ടാണ് കുട്ടിക്കാലം ഇത്ര മനോഹരമായി തീർന്നിരുന്നത്? ഒരുപക്ഷെ ഞങ്ങളൊക്കെ ജീവിച്ച കുട്ടിക്കാലവും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ട് കഴിഞ്ഞ കുട്ടിക്കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ ഓരോ കുട്ടിക്കാലത്തിനും അതിൻ്റെതായുള്ള രസങ്ങളുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ നോക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഉറുമ്പുകൾ വരി വരിയായി പോകുന്നത് ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. ചുമരിൻ്റെ മുകളിലൂടെ ഉറുമ്പുകൾ വരി വരിയായി പോകുന്നു. അങ്ങനെ വരി വരിയായി പോകുന്ന ഉറുമ്പിൻ്റെ ആ വരിയുടെ നടുവിൽ നമ്മളൊരു വിരൽ വെച്ചൊരു വര വരയ്ക്കുമായിരുന്നു. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഉറുമ്പുകൾ ആ വരി തെറ്റിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കുറേ കാലത്തിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഉറുമ്പുകൾ ഫിറമോണുകൾ എന്ന ഒരു രാസവസ്തു പുറപ്പെടുവിക്കുന്നുണ്ടെന്നും ഒരു ഉറുമ്പ് മറ്റൊരു ഉറുമ്പ് പുറപ്പെടുവിക്കുന്ന ഫിറമോണിനെ സെൻസ് ചെയ്തിട്ടാണ് ആ വരിയിലൂടെ പോകുന്നതെന്നും കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ നോട്ട്ബുക്കിൽ നമുക്ക് അന്ന് യഥേഷ്ടം കിട്ടുമായിരുന്ന ചെമ്പരത്തിപ്പൂ നമ്മൾ ഇങ്ങനെ ഉരച്ച് നോക്കുകയും, അങ്ങനെ ഉരച്ച് നോക്കുന്ന സമയത്ത് അതിന് വരുന്ന കളറ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നീല നിറം കാണുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഉള്ള കടലാസിൽ ഒരു ചെറിയ ഉറുമ്പിനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ, ചെറിയ തോലിൽ പ്രസ് ചെയ്താൽ ചുവപ്പ് നിറം, ഉറുമ്പിൻ്റെ അതേ ആകൃതിയിൽ ചുവപ്പ് നിറം അവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. നമുക്കറിയില്ലായിരുന്നു ഉറുമ്പുകൾ ഫോമിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നും ഈ ആസിഡ് ഇതിൻ്റെ മുകളിൽ വീണപ്പോഴാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം അറിയില്ലായിരുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തഡാണ് എന്നുള്ളത് കുറേ കാലം കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലായത്. പല്ലി ചുമരിൻ്റെ മുകളിലൂടെ വളരെ അനായാസമായി സഞ്ചരിക്കുന്നത്, അതുപോലെ നമ്മുടെ സീലിങ്ങിൻ്റെ മുകളിൽ കൂടെ വളരെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുമില്ലാതെ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പല്ലിയുടെ പാത്തിൽ, അതായത് അതിൻ്റെ സഞ്ചാര മാർഗത്തിൽ നമ്മൾ വെള്ളം തളിക്കുകയാണെങ്കിൽ ആ പല്ലി ചുമരിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വീണു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് പല്ലിയുടെ കാൽപാദത്തിനടിയിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര രീതിയിലുള്ള ബ്രഷ് പോലെയുള്ള സ്ട്രക്ചറുകൾ ഉണ്ടെന്നും ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒക്കെ വായു നിറഞ്ഞിരിക്കുന്നുണ്ടെന്നും അതൊരു ഗ്രിപ്പ് പോലെ അത് ചുമരിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നെന്നും കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത്. തൊട്ടാവാടിയെ നമ്മൾ തൊട്ടു നോക്കിയിട്ടുണ്ട്. തൊട്ടാവാടിയിൽ നാരുകൾ പോലെയുള്ള, നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തത്ര നാരുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ ഉണ്ടെന്നും അത് തൊടുമ്പോൾ അതൊരു സെൻസർ പോലെ ആക്ട് ചെയ്ത് അതിൻ്റെ സ്പോഞ്ചി സെല്ലുകളിൽ നിന്നും സാൾട്ട് വാട്ടർ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭാഗത്തേക്ക് അത് വിഡ്രോ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. നോക്കൂ, കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ച കളികളാണിതൊക്കെ. പക്ഷെ ഇതിനൊക്കെ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് എന്നുള്ളത് കാലം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു മനുഷ്യൻ ശാസ്ത്രത്തെ ഇങ്ങനെ നമ്മളിന്ന് കാണുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തത്. എല്ലാം പ്രകൃതിയിൽ നിന്ന് കണ്ട് പഠിച്ചതാണ്. നമുക്ക് ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് കണ്ടു പഠിക്കാൻ നമുക്ക് എന്ത് തരം കഴിവാണ് വേണ്ടത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു കഥ നിങ്ങൾ മിക്കവാറും ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് കോപ്പി സെല് ചെയ്ത ബുക്കാണ്. അതിൻ്റെ പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓതറാണ് അത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. ഈ പുസ്തകത്തിലെ കഥ ഞാൻ പറയുന്നില്ല, വളരെ നല്ലൊരു കഥയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഈ നോവലിനൊരു ആമുഖം പൗലോ കൊയ്ലോ എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നോവലിനേക്കാളും എത്രയോ രസമാണ് ആ ആമുഖം വായിക്കാൻ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടിക്കാലത്ത് നമുക്കുണ്ടാവുന്ന ക്യൂരിയോസിറ്റി, നമുക്ക് പ്രകൃതിയോടുള്ള അടുപ്പം ഏതോ ഒരു പ്രായത്തിൽ എവിടെ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ക്യൂരിയോസിറ്റി തിരിച്ചു കിട്ടുന്നില്ല. എങ്ങനെ നമുക്ക് ആ ക്യൂരിയോസിറ്റി തിരിച്ച് പിടിക്കാൻ പറ്റും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അതിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ടാസ്കുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 കാര്യങ്ങൾ നമുക്കത് ഉൾക്കൊള്ളാനൊരു മനസ്സുണ്ടായാൽ മാത്രം മതി എന്നാണ് ഇത്ര കാലത്തെ ഒരു അക്കാഡമിക് ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞങ്ങൾ ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു മൺതരിയിൽ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചെറിയ പൂവിൽ ഒരു പൂന്തോട്ടം തന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് അനന്തതയെ കൈപ്പിടിയിലാക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു മഞ്ഞു തുള്ളിയിൽ നീലവാനം, ഒരു കുഞ്ഞു പൂവിൽ ഒരു വസന്തം. കേട്ടിട്ടുണ്ടാവും. ഈ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പ്രകൃതിയോട് കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ മാത്രമേ ശാസ്ത്ര സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഞാൻ 2 കഥകൾ നിങ്ങളുടെ മുന്നിൽ പറയാം. ഇതാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. കാരണം ശാസ്ത്രം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിൽ പറയാനുള്ള 2 കാര്യങ്ങൾ ഇത് മാത്രമാണ്. ഈ കഥ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ആലീസ് അത്ഭുത ലോകത്തിൽ കഥ വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്താണ് കഥ എന്നും ഞാൻ പറയുന്നില്ല. ആലീസ് അത്ഭുത ലോകത്തിലേക്ക് വീണു പോകുന്നു അല്ലേ? അവിടെ വളരെ ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണുന്നു. അത് നമുക്കറിയാം. നറേഷൻ നല്ല രസമുള്ള കഥയാണ്. ആലീസ് അത്ഭുത ലോകത്ത് എത്തിയ സമയത്ത് ആലീസിൻ്റെ കൂടെ എപ്പോഴും കാണുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് ഹാറ്റർ എന്നാണ്. ഹാറ്റർ തൊപ്പിയുള്ള ആളാണ്. ഹാറ്റർ എന്ന് പറഞ്ഞ ആളാണ് എപ്പോഴും കാണുന്നത്. അപ്പം ഹാറ്റർ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളാണ്. രാജ്ഞി കൊടുത്ത ഒരു ഡിന്നറിൽ വെച്ചിട്ട് ഹാറ്റർ ആലീസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. വളരെ രസകരമായൊരു ക്വസ്റ്റ്യനാണത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: കാക്കയും റൈറ്റിംഗ് ഡെസ്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. കാക്കയും റൈറ്റിംഗ് ഡെസ്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ആലീസ് ചെറിയ കുട്ടിയാണ്.
പിന്നെ ആലീസിന് ഈ ക്വസ്റ്റ്യൻ വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നി, വളരെ കടുപ്പുള്ളതായി തോന്നി. അതുകൊണ്ട് തന്നെ ആലീസിന് ഉത്തരം പറയാൻ പറ്റിയില്ല. ആലീസ് പറഞ്ഞു എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആലീസ് ആറ്ററോട് തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ഉത്തരമാണ്, എന്താണ് ഇതിൻ്റെ ഉത്തരം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആറ്ററും പറയുന്നു ആറ്ററിൻ്റെ ഇതിൻ്റെ ഉത്തരം ഒന്നും അറിയില്ല, അയാൾ ചോദ്യം മാത്രം ചോദിക്കുന്ന ഒരു ആളാണ് എന്നാണ് പറഞ്ഞത്. ശരിക്കും കാക്കയും ഡസ്കും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ? എന്തെങ്കിലും രീതിയിൽ കാക്കയും ഡസ്കിനെയും തമ്മിൽ, റൈറ്റിംഗ് ഡസ്കിനെയും തമ്മിൽ ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഒന്നാം പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. കാരണം സയൻസ് ചെയ്യുന്നത്, ശാസ്ത്രം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തൊക്കെ തമ്മിലാണോ ഒരു തരത്തിലും ബന്ധമില്ലാത്തത്, ആ ബന്ധമില്ലാത്ത കാര്യങ്ങളെ തമ്മിൽ വളരെ ഫലപ്രദമായിട്ട് ബന്ധിപ്പിക്കുക എന്നതാണ് ശാസ്ത്രം ചെയ്യുന്നൊരു കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്, നിങ്ങൾ എല്ലാവരും സയൻസ് പഠിക്കുന്ന ആൾക്കാരായിക്കോളുന്നില്ല, എന്നാലും പറയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയെന്ന കാര്യം നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്? എന്ത് കാര്യത്തിനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത്? സത്യം പറഞ്ഞാൽ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് പോലും ചോദിച്ചാൽ പലപ്പോഴും തെറ്റായ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല എന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, എന്നാലും ഞാനിവിടെ പറയാം. ഇങ്ങനത്തെ ഒരു വേദി ആയതുകൊണ്ട് എനിക്ക് പറയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കാലത്ത് കണ്ടുപിടിച്ച ഒരു കാര്യമായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം. അതായത് ചില മെറ്റലിൻ്റെ മുകളിൽ ലൈറ്റ് വന്ന് തട്ടിയാൽ അതിന് ഇലക്ട്രോൺ പുറത്തേക്ക് വരും. നമ്മുടെ സോളാർ സെല്ലുകളൊക്കെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം. പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ട്. വേറൊരു തിയറി ആ സമയത്ത് നിലവിലുണ്ടായിരുന്നു. ആ തിയറിയുടെ പേര് ക്വാണ്ടം തിയറി എന്നായിരുന്നു. പ്രപ്പോസ് ചെയ്തത് ഐൻസ്റ്റീൻ അല്ല, മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഐൻസ്റ്റീൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടം തിയറി ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്തു, വിവരിച്ചു എന്നുള്ളതാണ് അയാൾക്ക് നോബൽ പ്രൈസ് കിട്ടാൻ ഇടയാക്കിയ സംഭവം. നമുക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച സമയത്ത് ഉണ്ടായ റിസൾട്ട് നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഞാൻ നിങ്ങളോട് വേറൊരു കഥ കൂടി പറയാം. ഈ കഥ ജംഗിൾ ബുക്ക് എന്ന കഥയിലുള്ള ഒരു ചെറിയ ഭാഗമാണ്. ജംഗിൾ ബുക്ക് ഒരു വലിയ ബുക്കാണ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കഥ ഏതാണ് അറിയാമല്ലോ അല്ലേ? ഏതാണ്, ആരുടെ കഥയാണ്? മൗഗ്ലിയുടെ കഥയാണ്. നമ്മളെപ്പോഴും കാർട്ടൂണിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. മൗഗ്ലി കാട്ടിൽ വളരുന്ന ഒരു കുട്ടിയാണ്, നാട്ടിലെ കുട്ടിയല്ല. കാട്ടിൽ വളരുന്ന കുട്ടിയെ കാട്ടിലെ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം കാട്ടിലെ നിയമങ്ങളും നാട്ടിലെ നിയമങ്ങളും വ്യത്യാസമുണ്ട്. കാരണം കാട്ടിലെ എന്തൊക്കെ നിയമങ്ങളാണുള്ളത്? കാട്ടിലെ ഒരു ആന വരുമ്പോൾ നിങ്ങളിങ്ങനെ തല താഴ്ത്തി, പിന്നെ നിങ്ങളെ കൈയൊക്കെ നിലത്തൂന്നി നിൽക്കണം. കടുവ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. അപ്പം മൗഗ്ലിയെ കാട്ടിലെ നിയമങ്ങൾ പഠിപ്പിക്കുന്നത് ബാലു എന്ന് പറഞ്ഞിട്ടുള്ള കരടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ഇങ്ങനെ ഈ നിയമങ്ങളൊക്കെ എല്ലാ മൃഗങ്ങളും അനുസരിക്കുന്നുണ്ട്, പക്ഷേ പ്രത്യേക തരത്തിൽപ്പെട്ട മൃഗങ്ങൾ മാത്രം ഈ നിയമങ്ങളൊന്നും കാര്യമായിട്ട് അനുസരിക്കുന്നില്ല. അവർക്ക് ഒരു ജോക്കാണ് ഇതൊക്കെ പറഞ്ഞാൽ, ഒരു തമാശ പോലെയാണ് അവരിതൊക്കെ എടുക്കുന്നത്. അതുമാത്രമല്ല, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ നമ്മൾ ചെയ്യുന്ന എന്താണോ അതേപോലെ അവർ എക്സാക്റ്റായിട്ട് അവർ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ കാണിച്ചു തരുന്നു. ആരായിരിക്കും ആ മൃഗങ്ങൾ? ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. ഇതെല്ലാവർക്കും ഉത്തരമുണ്ടെന്ന് എനിക്കറിയാം. അത് മങ്കീസാണ്, കുരങ്ങന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ കുരങ്ങന്മാർ ചെയ്യുന്ന ഒരു ജോലിയാണ് രണ്ടാമത് സയൻസ് ചെയ്യുന്നത്, അതായത് അന്ധമായ അനുകരണം. ഈ അന്ധമായ അനുകരണം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എയറോപ്ലെയിൻ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും എത്ര കണ്ടുപിടുത്തം, ഏതൊക്കെ കണ്ടുപിടുത്തം വേണമെങ്കിൽ നോക്കിക്കോളൂ. പ്രകൃതിയെ അനുകരിക്കാത്ത സത്യം പറഞ്ഞാൽ ഒരു കണ്ടുപിടുത്തം പോലും ഇന്ന് നമുക്ക് ഇല്ല. കാരണം സയൻസ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം അത് തന്നെയാണ്. കാരണം അത് വളരെ അന്ധമായിട്ട് പ്രകൃതിയെ അനുകരിക്കുക എന്നുള്ളതാണ്. നളിനീതലഗത ജലമതി തരളം
തദ്വജീവിതം അതിശയ ചപലം നളിനീതലഗത ജലമതി തരളം. തമാശ പാടിയല്ല. നളിനി എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. ഇതൊരു സ്പിരിച്വൽ സോങ് ആണ്. എന്നാലും താമര എന്ന അർത്ഥം. താമരയുടെ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അതാണ് ഈ സോങ്ങിൽ പറയുന്നത്. നളിനി ദല ഗത ജലമതി തരളം എന്നാണ്. അതായത് വാട്ടർ ഈസ് വെരി അൺസ്റ്റേബിൾ ഓൺ ലോട്ടസ് ലീഫ് എന്നാണ്. ലോട്ടസ് ലീഫിന്റെ മുകളിൽ വാട്ടർ വളരെ അൺസ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ചേമ്പിന്റെ ഇലയിലും വളരെ അൺസ്റ്റേബിൾ ആണ് അല്ലേ? ഈ ഒരു കാര്യം അനുകരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുക. ഈ കാര്യം നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന വല്ലതുമാണോ? നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം വീണാൽ നനയാത്ത ഡ്രസ്സുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം വീണാൽ നനയാത്ത കുട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ കുറച്ചു കാലം കഴിഞ്ഞാൽ വെള്ളം വീണാൽ നനവ് തട്ടാത്ത ചില്ലുകൾ നമ്മൾ ഉണ്ടാക്കും. നമ്മുടെ കാറിൻ്റെ വൈപ്പറിനെ നമുക്ക് എടുത്തു മാറ്റാം കുറേ കാലം കഴിഞ്ഞാൽ. ഇങ്ങനെ ഏത് കണ്ടുപിടുത്തം നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും പ്രകൃതിയിൽ നിന്നാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. കാരണം പ്രകൃതിയെ ഒരിക്കൽ മനുഷ്യൻ ഭയപ്പെട്ടിരുന്നു. സത്യം പറയുകയാണെങ്കിൽ കാട്ടുതീ കണ്ട് പേടിച്ച മനുഷ്യൻ പക്ഷേ ആ കാട്ടുതീ തീ ഉപയോഗിച്ച് ആ തീയെ നമ്മളെ കൺട്രോളിലാക്കിയിട്ട് നമ്മൾ സിഗരറ്റ് ലൈറ്ററുകൾ ഉണ്ടാക്കി, നമ്മൾ ഗ്യാസ് ലൈറ്ററുകൾ ഉണ്ടാക്കി. ഇടിമിന്നൽ കണ്ട് ഭയപ്പെട്ട മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ ഭയപ്പെടുന്നതോട് കൂടി തന്നെ മനുഷ്യന് പ്രകൃതി ശക്തികളോട് ഒരു ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരുപാട് ഭാവനകളും അവൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഇമാജിനേഷൻസ്. സത്യം പറഞ്ഞാൽ ഇത്തരം ഇമാജിനേഷൻ, അതിലൊരു ഇമാജിനേഷനാണ് പറക്കുക എന്നത്. ഇത്തരം ഇമാജിനേഷൻസ് ആണ് നമ്മളെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളിൽ എത്തിച്ചത്. ആകാശത്തിലെ അമ്പിളിമാമനെ നോക്കുന്ന സമയത്ത്, പിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുന്ന സമയത്ത്, അതായത് ആകാശത്തുള്ള ഇതുപോലുള്ള നക്ഷത്രങ്ങളെ അമ്പിളിമാമനെയും കാണുന്ന സമയത്ത് മനുഷ്യൻ അതിനെ ഒരു സമുദ്രത്തോട് ഉപമിച്ചു. സമുദ്രത്തിലുള്ള ഹംസങ്ങൾ പോലെയാണ് അവരെന്ന് പറഞ്ഞു. തിരമാലയിലെ വെണ്ണുരകളാണ് നക്ഷത്രങ്ങളെന്ന് അവർ പറഞ്ഞു. ഇതൊക്കെ അതിര് കടന്ന ഭാവനകളാണ് അല്ലേ? അപാരസുന്ദര നീലാകാശം അനന്തദേവിൻ മഹാസമുദ്രം അപാരസുന്ദര നീലാകാശം സൂര്യനുമൂഴിയും വാർമതിയും അതിലുയർന്നു നീന്തും ഹംസങ്ങൾ ആയിരമായിരം താരാഗണങ്ങൾ ആയിരമായിരം താരാഗണങ്ങൾ അലകളിലുലയും വെണ്ണുരകൾ അപാരസുന്ദര നീലാകാശം. അതിര് കടന്ന ഭാവനകൾ നമ്മളെ കണ്ടുപിടുത്തങ്ങളിൽ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആകാശത്തെ അമ്പിളിമാമനെ നമ്മൾ നോക്കി നിന്നിട്ടുണ്ട്. നമ്മൾ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കാൻ മെനക്കെട്ടിട്ടുണ്ട്. ഇത്തരം ഭാവനകളല്ലാതെ പിന്നെ എന്താണ് നമ്മളെ ശാസ്ത്ര സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്? ഇതല്ലാതെ എന്താണ്? നോക്കൂ, അത്രയൊന്നും പിന്നെ എളുപ്പമുള്ള വഴികളായിരുന്നില്ല ശാസ്ത്രത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഹഡിൽസുകൾ നമുക്കുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ സഞ്ചാര പ്രക്രിയയിലിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കൗതുകകരങ്ങളായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശാസ്ത്രത്തിൻ്റെ വിചിത്ര സഞ്ചാര പദങ്ങൾ പറയാൻ കാരണം. ഒരു കഥ പറയാൻ, ഞാൻ ഒരുപാട് കഥകൾ പറയാൻ സമയമില്ല. ടാൻസാനിയ എന്ന സ്ഥലത്ത് വെച്ച് അവിടെ ഏറ്റവും അതിപ്രശസ്തയായ ഒരു ആർക്കിയോളജിസ്റ്റ് മേരി ലീക്കി, ലേഡിയാണ്. ലേഡി സയൻറ്റിസ്റ്റാണ്. മേരി ലീക്കി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നു.
ആഫ്രിക്കയിലാണ്, ടാൻസാനിയയിലാണ്. ഈ ഒബ്സർവേഷൻ അവർ ടീമിലെ മെമ്പേഴ്സാണ് നടത്തുന്നത്. ആക്ച്വലി ഈ ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ അത്ര ഒരു നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര ഒരു എന്താ പറയുക, അത്ര ഒരു സുഖകരമായൊരു ജോലിയൊന്നുമല്ല. സോ ഒരുപാട് ക്ഷമ വേണ്ട ജോലിയാണ്. അപ്പം ഇങ്ങനെ അക്ഷമരായ ആൾക്കാർ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവരെന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വിനോദം വേണ്ടേ, അതിനുവേണ്ടി അവർ ഒരു കളി കളിക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിൽ എന്ത് കളിയാണ് കളിക്കാനുള്ളത്? കാട്ടിൽ ചെയ്യുന്നത് അവിടെ കുറേ പിന്നെ കുതിരയുടെ ഉണങ്ങിയ കാഷ്ടങ്ങൾ മറ്റും ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ പിന്നെ എടുത്തിട്ട് ഒരാൾ മറ്റൊരാൾ എറിയുക എന്നാണ് അവരുടെ വിനോദം, കളി. എങ്ങനെ നമ്മൾ പണ്ട് ഉണ്ടേറെന്നൊക്കെ പറയും, അതുപോലെ നടത്തുന്നൊരു പ്രശ്നം. അങ്ങനെ സമയത്ത് ഏറ് കൊള്ളാതിരിക്കാൻ ഒരാൾ നിലത്തേക്ക് ഇങ്ങനെ കമിഴ്ന്ന് വീണു. ആ വീണ സമയത്ത് അയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നു. 2 കാൽപ്പാടുകൾ, 2 കാലല്ല 4 കാൽപ്പാടുകൾ. 4 കാൽപ്പാടുകൾ 2 പേരുടേതാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ. ഒന്ന് ഒരാണിൻ്റെയും ഒന്നൊരു പെണ്ണിൻ്റെയും. ഏതോ കാലത്ത് ടാൻസാനിയൻ താഴ്വരയിലൂടെ നടന്നു പോയ 2 പേർ, കാൽപ്പാട് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഈ കാൽപ്പാട് അവർ പ്രിസർവ് ചെയ്യപ്പെട്ടു? തൊട്ടടുത്തൊരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. ആ അഗ്നിപർവ്വതത്തിൽ നിന്ന് നിരന്തരം ലാവ വന്നുകൊണ്ടിരുന്നു. ആ കാലത്ത് ലാവയിലുണ്ടായ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. ലാവയിലുള്ള ലാറ്ററൈറ്റ് അല്ലെങ്കിൽ സിമെന്റ് പോലെയുള്ള സ്ട്രക്ചർ, പൊടികൾ, അതിലൂടെയാണ് ഇവർ നടന്നു പോകുന്നത്. ഇവരെന്തോ കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ് ചെയ്തിരുന്നത്. ആ കാൽപ്പാടുകൾ പ്രിസർവ് ചെയ്യപ്പെട്ട എങ്ങനെയാണ്? സിമെന്റ് പോലെയല്ലേ. അപ്പൊ സിമെന്റിൽ കാൽപ്പാട് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യുന്ന സമയത്ത് അത് സെറ്റാവും. അങ്ങനെ അത് അവിടെ കടന്നുപോയി. നോക്കൂ, പര്യവേഷണത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നു ഈ 2 കാൽപ്പാടുകൾ, ഒന്ന് ആണിന്റെ ഒന്ന് പെണ്ണിന്റെയാണ്. ഇത് ആസ്ട്രലോപിഥേക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യമായി ഈ ലോകത്ത്, ഈ ഭൂമിയിൽ 2 കാലിൽ നടക്കാൻ പഠിച്ച ജീവി വർഗങ്ങളുടെ കാൽപ്പാടുകളാണ്. അപ്പോൾ മനുഷ്യൻ കഥകൾ മെനഞ്ഞു. കാരണം 2 കാൽപ്പാടുകളിൽ 4 കാൽപ്പാടുകളിൽ നിന്ന് ഒരുപാട് കഥകൾ ഉണ്ടായി. ആ കഥയുടെ റിസൾട്ട്, ഒരു കഥ നിങ്ങൾക്ക് പിന്നെ ന്യൂയോർക്കിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ 2 ആസ്ട്രലോപിഥേക്കസിന്റെ, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും പൂർണ്ണകായ പ്രതിമ ഈ കാൽപ്പാട് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 പേരും തോളിൽ കൈയിട്ട്, അതായത് ഒരാൾ തൻ്റെ കാമുകിയെ തന്നോട് ചേർത്ത് പിടിച്ച് എന്തോ കണ്ട് ഭയപ്പെട്ട് അവരാ താഴ്വരയുടെ ഓടുന്ന ഒരു സീനാണത് അവരതിൽ കാണിച്ചിരിക്കുന്നത്. അവരുടെ മുഖത്ത് ഇപ്പോഴും നോക്കിയാൽ ആ ഭയപ്പാട് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ശാസ്ത്രം ഇതുപോലെ കഥകൾ മെനയുന്നുണ്ട്. ശാസ്ത്രം ചിലപ്പോൾ നമ്മുടെ രാജ്യങ്ങളുടെ ഭാവി തന്നെ മാറ്റിമറിക്കുന്നു. നിങ്ങൾക്കറിയാമായിരിക്കാം, പിന്നെ ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു നിറം, ഇൻഡിഗോ നിറം അറിയാമല്ലോ അല്ലേ, നീല നിറം, നമ്മളെ ജീൻസിന്റെ നിറം, ജീൻസിന്റെ നീല നിറം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് അല്ലേ. നമ്മളെല്ലാം ജീൻസിന് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ നിറം കൊണ്ടാണ് അല്ലേ. കൂടുതലും അതിൻ്റെ നിറം കൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇൻഡിഗോ എന്ന് പറഞ്ഞ കളറിന്റെ പിന്നാലെ നാട് മുഴുവൻ ഓടുകയായിരുന്നു. അന്ന് ആ സമയത്താണ് നമുക്കറിയാം ഇൻഡിഗോ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ ബീഹാറിലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടമാണ്. അപ്പം ഇൻഡിഗോ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ അല്ലേ പൂന്ന് എടുക്കുന്ന ഈ കളറ്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഡിഗോ കൃഷിക്കാർ, അതായത് നീലം കൃഷിക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു നിയമം പ്രഖ്യാപിക്കുന്നു. കാരണം ഇവർക്ക് കുറച്ചുകൂടി ലാഭം കൊയ്യണം എന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ആ നിയമം പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്കൊരു 20 പാർട്ട് സ്ഥലമുണ്ടെങ്കിൽ അതിൽ 3 പാർട്ട് സ്ഥലം നീലം കൃഷി ചെയ്യണം എന്നാണ് വ്യവസ്ഥ. എന്തായാലും ചെയ്തിരിക്കണം. ഇനി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നല്ല, ചെയ്യുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെയ്യണ്ട. പക്ഷെ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ടാക്സ് ആർക്ക് അടയ്ക്കണം? നമ്മുടെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അടയ്ക്കണം. അപ്പോൾ അതാണ് തീൻ കഠിയ എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സ് സമ്പ്രദായം. അപ്പോൾ അന്ന് നീലം ഒരുപാട് കയറ്റുമതി ചെയ്യുന്ന സാധനമായതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കർഷകർക്ക് ചെയ്യാത്തവർ കരമടച്ചു, ചെയ്തവർ ലാഭം ഉണ്ടാക്കി ഒക്കെ ചെയ്തു. പക്ഷേ ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ
ജർമ്മനിയിൽ, കൃത്യമായി പറഞ്ഞാൽ ജർമ്മനിയിലെ BASF ലബോറട്ടറിയിൽ നടന്ന ഒരു പരീക്ഷണം, ഒരു ആക്സിഡൻ്റലായിട്ടുള്ള റിസൾട്ട് നമ്മുടെ സിസ്റ്റത്തിനെ തകിടം മറിക്കുന്നു. ആ റിസൾട്ട് എന്തായിരുന്നു വെച്ചാൽ, എല്ലാവരും ഞാൻ പറഞ്ഞു ഈ നിറത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു, എങ്ങനെ ഈ നിറം സിന്തറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് BASF ലബോറട്ടറിയിലും ചില പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഇൻഡിഗോ ഉണ്ടാക്കാം നമുക്ക്, പക്ഷേ ഇൻഡിഗോയുടെ റോ മെറ്റീരിയൽസിനൊക്കെ വളരെ വില കൂടുതലാണ്, എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ആ പരീക്ഷണങ്ങളൊക്കെ. അപ്പോൾ അവിടെ ആക്സിഡൻ്റലി ഒരിക്കലും ഒരു പരീക്ഷണം നടക്കുകയാണ്. ഒരു ബീക്കറിൽ 2 കെമിക്കൽസ് റിയാക്ട് ചെയ്യുകയാണ്. ആ സമയത്ത് പിന്നെ അതിൻ്റെ താപനില അളക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ പിന്നെ അത് ചെയ്യുന്ന ആൾ അതിലേക്ക് ഇടുകയാണ്, ഡിപ്പ് ചെയ്യാണ്. ആക്സിഡൻ്റലി അങ്ങനെ ഡിപ്പ് ചെയ്ത സമയത്ത് തെർമോമീറ്റർ പൊട്ടുന്നു. തെർമോമീറ്ററിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയാം, തെർമോമീറ്ററിൽ മെർക്കുറിയാണ്. ആ മെർക്കുറി ബീക്കറിലേക്ക് റിലീസ് ചെയ്യുന്നു. വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ട്. പിന്നെ ഒരു ക്ഷണം പോലും കാത്തു നിൽക്കേണ്ടി വന്നില്ല ഇൻഡിഗോ ഉണ്ടാക്കാൻ. ലോകം മുഴുവൻ ഇൻഡിഗോ കെമിക്കൽ ലാബുകളിൽ ഉണ്ടാക്കി വളരെ പോപ്പുലറായി, സിന്തറ്റിക് വളരെ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നീലത്തിൻ്റെ കാര്യം എന്താ? വലിയ ബുദ്ധിമുട്ടായി. കാരണം അതിനി കയറ്റുമതി ചെയ്താൽ അത്ര വില കിട്ടില്ല. കർഷകരൊക്കെ നീലം നീലം കൃഷി ചെയ്ത ഭൂമി കത്തിക്കുന്ന സ്ഥിതി വരെ എത്തി. എന്നാലും ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തില്ല? ടാക്സ് പിൻവലിച്ചില്ല. അവരെല്ലാവരും കൃഷിയിൽ നിന്ന് പിന്നോട്ടായി, പക്ഷെ കൃഷി ചെയ്തില്ല, എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഈ ടാക്സിനെതിരെയാണ് ആദ്യമായിട്ട് ചമ്പാരൻ എന്ന സ്ഥലത്ത് നീലം കർഷകരൊരു സമരം ആരംഭിക്കുന്നത്, അല്ലേ? നമുക്കറിയാം MK മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആക്ച്വലി ഇന്ത്യയിൽ വന്നത് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. അന്നത്തെ കാലത്താണ് അദ്ദേഹത്തിനെ ഈ ചമ്പാരനിലേക്ക് ആൾക്കാർ ക്ഷണിക്കുന്നത്, അദ്ദേഹത്തിന് ഇവിടെ ഏത്തെ പ്രശ്നങ്ങളിലൊന്ന് ഇടപെടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വക്കീലായിരുന്നു, നമുക്കറിയാം, വക്കീലായിരുന്നു നമുക്കറിയാം. അന്ന് അവിടെ ട്രെയിൻ ഇറങ്ങിയ ഗാന്ധിജിയോട് അന്ന് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ വിടാൻ പറയുന്നു. നിങ്ങൾക്ക് പ്രസംഗിക്കാം, പക്ഷേ നിങ്ങൾ അന്ന് തന്നെ അവിടെ നിന്ന് വിട്ടോളാം എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം അവിടെ പ്രസംഗിക്കുക മാത്രമല്ല, അദ്ദേഹം ആ കർഷകരുടെ കൂടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രത്യേക സമരം ആരംഭിക്കുന്ന സമരത്തിൻ്റെ പേര് ഡിസൊബീഡിയൻസ് മോഷൻ. നിങ്ങൾക്കെന്നെ കൊല്ലാം, നിങ്ങൾക്കെൻ്റെ അസ്ഥികൾ പൊട്ടിക്കാം, നിങ്ങൾക്കെന്നെ അടിക്കാം, ഫൈനലി നിങ്ങൾക്കെൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ ഒരിക്കലും എൻ്റെ അനുസരണം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൊബീഡിയൻസ് മോഷൻ. ഈ ഡിസൊബീഡിയൻസ് മോഷൻ അന്ന് തുടങ്ങിയ ഡിസൊബീഡിയൻസ് മോഷനാണ് ഇന്ത്യ എന്ന നമുക്കറിയാം. ഇന്ത്യയിലെ ഫൈനലി 1947 നമ്മൾ ഇന്ത്യ സ്വതന്ത്രമാകുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞത്, ഒരു രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ ആ കളറിന് അല്ലെങ്കിൽ BASF ലബോറട്ടറിയിൽ പൊട്ടിയ തെർമോമീറ്ററിന് കഴിവുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ശാസ്ത്രം അങ്ങനെ വളരെ വിചിത്രമായ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ്. 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഞാൻ പറഞ്ഞു, ഈ പോക്ക് അത്ര സുഗമമായിട്ടുള്ള പോക്കൊന്നും ആയിരുന്നില്ല. നമുക്ക് ഒരുപാട് ഹഡിൽസുകൾ ഉണ്ടായി, പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും വളരെ ചുരുങ്ങിയ സമയ ലിമിറ്റിൽ നിന്നുകൊണ്ട് 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇന്ത്യയിൽ നടന്ന കാര്യമാണ് ഭോപ്പാൽ ട്രാജഡി, അല്ലേ? ഭോപ്പാൽ ട്രാജഡി. മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാസ് ശ്വസിച്ചിട്ട് നോക്കൂ, അന്നത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഭീതിജനകമായ കാര്യങ്ങളാണ്. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിർത്താതെ ഓടിയിട്ടുണ്ടെന്ന്. കാരണം മീഥൈൽ ഐസോസയനേറ്റ് പടർന്നു പിടിച്ചിരിക്കുകയാണ്. ട്രെയിൻ നിർത്തിയാൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കും. കാരണം ട്രെയിനിനുള്ളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് മീഥൈൽ ഐസോസയനേറ്റ് പുറത്തുണ്ടെന്ന് അറിയില്ല. അന്നത്തെ പോലത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നുമില്ല. എഞ്ചിൻ ഡ്രൈവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ട്രെയിന് പ്ലാറ്റ്ഫോമിൽ നിർത്താതെ മുന്നോട്ടെടുത്ത് കൊണ്ടുപോവുകയാണ് ദൂരേക്ക്. കാരണം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ആൾക്കാർ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. കാരണം പ്ലാറ്റ്ഫോമിൽ നിറയെ ശവങ്ങളാണ്. മീഥൈൽ ഐസോസയനേറ്റ് എങ്ങനെ ചോർന്നു? എന്താണ് നമ്മൾ അവിടുത്തെ പിടിപ്പുകേട്? നിങ്ങൾക്കറിയാം, സെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള
വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കീടനാശിനി ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു അത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് ഈ മീഥൈൽ ഐസോസയനൈറ്റ്. ഈ റോ മെറ്റീരിയൽ ഒരുപാട് ഇത് വാങ്ങിച്ചു വെച്ചിരുന്നു. കാരണം നമുക്കറിയാം ഇതിന് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ട്, ഒരുപാട് കച്ചവടം ഉണ്ട്. അതുകൊണ്ട് കീടനാശിനിയല്ലേ, ഒരുപാട് ഇത് റോ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ ആധുനിക ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ നടന്ന റിസർച്ച് ചില സംഭവങ്ങൾ ഈ മീഥൈൽ ഐസോസയനൈറ്റ് കെട്ടിക്കിടക്കാൻ ഇടയാക്കി. കാരണം എന്താ വെച്ചാൽ നല്ല കീടനാശിനികൾ വന്നു, അപ്പം മാർക്കറ്റ് കുറയുമ്പോൾ മീഥൈൽ ഐസോസയനൈറ്റ് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. യൂണിയൻ കാർബൈഡ് കമ്പനി അത് തിരിച്ചെടുത്തില്ല. അപ്പോൾ നമ്മൾ ആ കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഇതിന് ചെറിയ പ്രശ്നമുണ്ട്. മീഥൈൽ ഐസോസയനൈറ്റിന് വെള്ളം വീണാൽ എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ചൂട് പുറത്തു വിടുന്ന റിയാക്ഷനാണ്. അതിൻ്റെ കൂടെ ഗ്യാസും പുറത്തേക്ക് വരും. അങ്ങനെ അതിൽ മോയ്സ്ചർ വരികയും വെള്ളം വന്നിട്ടാണ് അത് അപകടം അന്ന് ഉണ്ടായത്. നോക്കൂ, സയൻസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ കെമിക്കൽ പ്ലാന്റുകളിൽ നിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ ജീവൻ എടുത്തിട്ടുണ്ട്. നമ്മളുടെ പുരോഗതിയുടെ ആണിക്കല്ലായിരുന്ന ആണവോർജം ചെർണോബിലിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. കാരണം സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കാത്തതിനാൽ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ റോങ് ഡിസിഷൻസ്. മാൻഹാട്ടൻ പ്രോജക്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയ ന്യൂക്ലിയർ ബോംബ് എത്ര പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു. ഇനി പോട്ടെ, നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആയുധം നമുക്ക് തന്നെ നേരെ പ്രയോഗിക്കുന്നുണ്ട്, അങ്ങനെ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ശരി തന്നെ. അതല്ലാതെ ഈ ഭൂമുഖത്ത് മനുഷ്യനുണ്ടാക്കുന്ന വേറൊരു വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പോയിസണിങ്, കാർബൺ ഡയോക്സൈഡിന്റെ ആധിക്യം കൂട്ടുക എന്നുള്ളതാണ്. നോക്കൂ, കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ കാർബൺ കൂടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. അതിന്റെ പ്രത്യക്ഷത്തിലുള്ളൊരു ഇഫക്റ്റ് ചൂട് കൂടുക എന്നുള്ളതാണ്. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അത് ആ ടോപ്പിക്ക് ഞാൻ നിർത്തുകയാണ്. 2 കഥകളല്ല, റിയാലിറ്റിയാണ്. ആമയ്ക്ക് കുഞ്ഞുങ്ങൾ വിരിയുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ? ആമ മണലിലാണ് മുട്ടയിടുന്നത്, ഇത് മൂടും. അതിൻ്റെ മണലിലെ ചൂട് അനുസരിച്ചാണ് അല്ലേ പിന്നെ വിരിയുന്നത്. അപ്പം ആമയുടെ മുട്ടയിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ചൂടാണ്. ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്ന ചൂടാണ്. അത് ചൂട് കൂടിയാൽ പെണ്ണും ചൂട് കുറഞ്ഞാൽ ആണുമാണ് മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നത്തെ കാലത്ത് ചൂട് കൂടുതലായതുകൊണ്ട് ആര് മാത്രമേ പുറത്തു വരുന്നുള്ളൂ? പെൺകുട്ടികൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, പെൺകുട്ടികൾ മാത്രം പുറത്തു വന്നാൽ എന്താണ് ഉണ്ടാവുക ആ വംശത്തിന് നമുക്ക് പറയാം. ഇതേപോലത്തെ ഒരു ജീവിയാണ് ധ്രുവപ്രദേശത്ത് ജീവിക്കുന്ന ധ്രുവക്കരടി എന്നൊരു ജീവി. വളരെ അഗ്രസീവായിട്ടുള്ളൊരു ജീവിയാണിത്. കാരണം ഇവൻ ഐസിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഐസ് എവിടെ ഉള്ളത്? ഐസ് ഇങ്ങനെ പാറയിട്ട് നിൽക്കുകയാണോ? അല്ല, ഐസ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഐസിൻ്റെ മുകളിലൂടെയാണ് ഇയാൾ മൂവ് ചെയ്യുന്നത്. ഐസ് പൊട്ടിച്ചിട്ടാണ് ഇവൻ്റെ ഭക്ഷണം വെള്ളത്തിൽ നിന്ന് എടുക്കുന്നത്. എന്താ? മീൻ. പ്രജനന കാലത്ത് ഈ ധ്രുവക്കരടിക്ക് ഒരുപാട് ഭക്ഷണം ആവശ്യമുണ്ട്, ഒരുപാട് ഫാറ്റ് ആവശ്യമുണ്ട്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഭയങ്കര ഫാറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഐസ് പൊട്ടിച്ചിട്ട് വേണം ഇത് എടുക്കാൻ. അല്ലെങ്കിൽ ഐസിൻ്റെ മുകളിൽ നിൽക്കാൻ സ്ഥലം വേണം, ഒരു സ്പേസ് വേണം. ആ സ്പേസ് തന്നെ ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഐസെല്ലാം ഉരുകിയിട്ട് വെള്ളം മാത്രമേ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ധ്രുവക്കരടിക്ക് ഭക്ഷണം കിട്ടാണ്ടാവുന്നു, അവൻ മെലിഞ്ഞു പോകുന്നു, അവൻ്റെ പ്രജനനം നടക്കുന്നില്ല. ഇതൊക്കെ ഒരു ഇൻഡിക്കേറ്റേഴ്സാണ്. നമ്മൾ ഈ ചൂടിനെ ചൂട് കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന ചില കാര്യങ്ങളാണ്. നാളെ നമ്മളുടെ നേരെയും ഇത് വരാം അല്ലേ? നമ്മളങ്ങനെ ഒരു കവിതയൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് എക്സാക്റ്റ് കവിത അറിയില്ല. നിങ്ങളെല്ലാവരും എന്താ പറയുക, അവർ ജൂതന്മാരെ കൊല്ലാൻ വരുന്നു, ഞാൻ ജൂതനല്ല, ഞാൻ രക്ഷപ്പെട്ടു. അവർ കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ വരുന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കവിതയുടെ അവസാനം പറയുന്നത്, അവരെൻ്റെ നേരെ വരുന്നു, എനിക്ക് ആരും ഇല്ലല്ലോ. കാരണം ഞാൻ ചുറ്റും നോക്കുമ്പോൾ എനിക്ക് ആരും ഇല്ല. നമ്മൾ അവസാനത്തെ മീനിനെയും പിടിച്ചു കഴിയുമ്പോൾ, നമ്മൾ അവസാനത്തെ പുഴയും വറ്റി കഴിയുമ്പോൾ, നമ്മുടെ അവസാനത്തെ മരങ്ങളിലെ കായ്കനികളും ഇല്ലാണ്ടാവുമ്പോൾ,
മാത്രമാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. വി കനോട്ട് ഈറ്റ് മണി, നമുക്ക് പണം തിന്നാൻ പറ്റില്ല. അപ്പം ഇതിനെല്ലാം സൊല്യൂഷൻ ശാസ്ത്രത്തിനുണ്ടോ? സത്യം പറഞ്ഞാൽ ശാസ്ത്രം ഒരുപാടൊക്കെ ഈ മേഖലയിലും സഞ്ചരിക്കുന്നുണ്ട്. കാരണം എങ്ങനെ നമുക്ക് പ്ലാനറ്റിൻ്റെ ചൂട് കുറയ്ക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിന്ന് പുറത്തു വിടുന്ന ഓട്ടോമൊബൈലിൽ നിന്ന് പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വസ്തുക്കളെ എങ്ങനെ ഇന്ധനമാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ റിസർച്ച് നടക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് അത്തരത്തിലുള്ള പ്ലാന്റുകളെ കൾട്ടിവേറ്റ് ചെയ്യാം, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചു വെച്ചിട്ട് വിഷവാതകങ്ങളെ പിടിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ഗ്യാസിനെ പുറത്തേക്ക് വിടാം, നമ്മുടെ വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കാം, നമ്മൾ ഓയിൽ പൊല്യൂഷൻ എങ്ങനെ കുറയ്ക്കാം എന്ന ഡയറക്ഷനിലും ശാസ്ത്രം മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വരുത്തിയിരിക്കുന്ന കേടുപാടുകൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ ഹീല് ചെയ്യാൻ ഇതിന് സമയം ആവശ്യമുണ്ട്, മുറിവ് കൂടാൻ സമയം ആവശ്യമുണ്ട്. അപ്പോഴേക്കും തലമുറകൾ പിന്നിട്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു തലമുറയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അത് വരും തലമുറകൾക്ക് എത്രയോ കാലം മുന്നോട്ട് കണ്ടിട്ടാണ് നമ്മളൊരു ശാസ്ത്രത്തിൻ്റെ ഒരു കാര്യം ഡിസൈൻ ചെയ്യുന്നത്. അതിന് പ്രത്യക്ഷമുള്ള ഉദാഹരണമാണ് 1000 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വരുന്ന ഒരു ഉൽക്കയെ പൊട്ടിക്കാൻ നമ്മൾ ഇന്ന് തന്നെ മിസൈൽ അയക്കുന്നത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ മക്കളോ മക്കളുടെ മക്കളോ മക്കളുടെ 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 മക്കളോ അന്ന് ജീവിച്ചിരിക്കില്ല. അത്രയ്ക്കല്ലേ ബന്ധം എനിക്കുണ്ടാവുള്ളൂ, ജീവിച്ചിരിക്കില്ല. എന്നാൽ പോലും അന്ന് വരാൻ സാധ്യതയുള്ള ഉൽക്കയെ പൊട്ടിക്കാൻ ഇന്ന് തന്നെ നമ്മൾ മിസൈൽ അയക്കുകയാണ്. അതാണ് സയൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് സത്യം പറയുകയാണെങ്കിൽ. കാരണം നമ്മുടെ ഉള്ള മാലിന്യ പ്രശ്നങ്ങൾ, നമ്മളീ പറഞ്ഞ ചൂട് കൂടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങളെ സയൻസിലൂടെ ടാക്കിൾ ചെയ്യാൻ ഉണ്ട്. ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒരുപാട് സമയമില്ല. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ വരികൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് വളരെ അതിപ്രശസ്തമായ സ്റ്റോപ്പിംഗ് ബൈ ദ വൂഡ് ഇൻ എ സ്നോയി ഈവനിങ് നിങ്ങൾ വായിച്ചു കാണും. എനിക്ക് മുഴുവനായിട്ടും ചെല്ലാൻ അറിയില്ലെങ്കിലും അതിലെ അവസാനത്തെ 4 വരി എന്തായിരുന്നു അതിൻ്റെ സിറ്റുവേഷൻ? റോബർട്ട് ഫ്രോസ്റ്റ് ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഒരു നല്ല ഭംഗിയുള്ളൊരു മരക്കൂട്ടം കാണുന്ന സമയത്ത്, വേറൊന്നുമല്ല, നമ്മളിതിലൂടെ പോകുന്ന സമയത്ത് ആർട്സ് കോളേജ് കാണുമ്പോൾ നമ്മളൊന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ. കാരണം ഞാൻ പഠിച്ച വിദ്യാലയമാണ്. മിക്കവാറും എന്തായാലും ആർട്സ് കോളേജിൻ്റെ മുന്നിലൂടെ നമ്മളൊന്ന് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്നുകിലൊന്ന് വണ്ടി ഒന്ന് സ്റ്റോപ്പാക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങിപ്പോവുകയോ ചെയ്യും, നമുക്കെത്ര തിരക്കുണ്ടെങ്കിലും. അതേപോലെയാണ് റോബർട്ട് ഫ്രോസ്റ്റ് മരക്കൂട്ടങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുകയും അതിൻ്റെ ഇടയിൽ കുറച്ച് നടക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചിന്തകൾ വരികയാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അദ്ദേഹത്തിന് ഉറങ്ങാൻ പോകുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞത് ആർട്സ് കോളേജിന് മുന്നിൽ കൂടെ പോകുമ്പോൾ നമ്മളിവിടെ പഠിച്ചവരാണെങ്കിൽ എന്തായാലും നമ്മൾ ഇറങ്ങിപ്പോകും. അത് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സ്വാഭാവികത നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആണ് ആശംസിക്കുന്നത്, അല്ലേ? വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, അല്ലേ? മരക്കൂട്ടങ്ങൾ അതിസുന്ദരം, പക്ഷേ പാലിക്കാനുണ്ട് എനിക്കേറെ വാഗ്ദാനങ്ങൾ. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് ഞാൻ ഉറങ്ങും പോകുന്നതിന് മുമ്പായി. താങ്ക് യു വെരി മച്ച്. സുജിത് സാറ് ഇവിടെ സിനിമാ ഗാനങ്ങൾ ഉരുവിട്ടുകൊണ്ടും കഥാശകലങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും അവസാനം ഒരു പദ്യത്തിൻ്റെ വരികൾ ആലപിച്ചുകൊണ്ടും നിങ്ങളെ ശാസ്ത്രത്തിൻ്റെ രീതികളെക്കുറിച്ചും അതിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചും ഒക്കെ കഥകളിൽ കൂടെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. ഇങ്ങനെ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ
ഉള്ളൊരു കഴിവ് എല്ലാവർക്കും ഉണ്ടാവില്ല. ഇപ്പം എനിക്കില്ല. അത് സുജിത് സാറിന് അവകാശപ്പെട്ടതാണ്. ഇതെനിക്ക് മുമ്പേ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മനസ്സാണ്, ഒരു ഇളം മനസ്സാണ്. കുട്ടികളോട് പറയുന്ന പോലെ രസതന്ത്രത്തെയും ഭൗതികത്തെയും അല്ലെങ്കിൽ ശാസ്ത്രത്തെയും എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഡോക്ടർ സുജിത്ത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ഗഹനമായ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ ശാസ്ത്രത്തിൻ്റെ രീതികൾ എന്താണെന്ന് വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ വളരെ മയത്തോടു കൂടി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് വളരെ സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച് സർ. ഇനി കുറച്ച് സമയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും വിദ്യാർത്ഥികൾ അഭിപ്രായം പറയുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സെഷൻ കുറച്ചുകൂടെ അർത്ഥവത്താകും. അപ്പോൾ യു ക്യാൻ കം ഫോർവേഡ്. നിങ്ങളുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ സാറിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. ഇതുമായിട്ടോ പൊതുവെ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടെ ശാസ്ത്ര അധ്യാപകരുണ്ട്, ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അവർ ഉത്തരം പറയായിരിക്കും. വളരെ എളിയ ചോദ്യങ്ങളായി നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ. കാരണം ഇത്തരം പരിപാടികൾ കേവലം ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിനപ്പുറം ഒരു ചർച്ചാവേദിയാക്കിയാണ് കണ്ടത്. സാർ, ഇപ്പോൾ ശാസ്ത്രത്തിന്റെ സഞ്ചാരപഥങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ എ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാണ്. ഇപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്തുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് മേഖലകൾ, ഇപ്പോൾ പിന്നെ ആൾക്കാരുടെ പ്രൈവസി നഷ്ടപ്പെടുന്നത്, അങ്ങനെ ശാസ്ത്രത്തിന്റെ ഒരു നല്ലതല്ലാത്തൊരു വശം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും? അത് ഒരു സയന്റിഫിക് അല്ലാത്തൊരു സമീപനം ആ ഒരു രീതിയിലേക്ക് വരാൻ എത്രത്തോളം ആയിരിക്കും? അതെങ്ങനെയായിരിക്കും നമ്മൾ വരുന്ന കാലഘട്ടങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ടായിരിക്കും? ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇതേപോലുള്ള പുതിയ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കുറച്ചൊരു വിദ്യാഭ്യാസത്തിന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. എത്രത്തോളം ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടായാലും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ AI ഉണ്ടെന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗുണഘോഷം പഠിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സിസ്റ്റം പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഓഫായി പോയാലും സംഭവിക്കും. നമുക്ക് AI ഉണ്ട്, നമ്മൾ കംപ്ലീറ്റ്ലി നെറ്റ്വർക്കിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതൊക്കെ ശരിയാണ്. എപ്പോഴെങ്കിലും ഇത് ഒരു ഓഫായി പോകുന്നൊരു സിറ്റുവേഷൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഈ നെറ്റ്വർക്കും എല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് പോയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റംസ് എന്താ പറയുക, ഈ ടൂൾസ് എല്ലാം ആവശ്യമാണ്. നമ്മളൊരു ദ്വീപിൽ അകപ്പെട്ട് പോയാൽ നമ്മളെ ഒന്നും സഹായിക്കില്ല. നമുക്ക് തോണി ഉണ്ടാക്കാൻ അറിയെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ഇതിന് ഡെവലപ്മെൻറ്റിനെ തടയേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ബേസിക് നമുക്ക് സ്റ്റഡി ചെയ്യുകയും വേണം. രണ്ട് കാര്യങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ AI മുന്നോട്ടുള്ള വികാസത്തിൽ സാറും തന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്താ വെച്ചാൽ, നമ്മളെ ചെറിയ കുട്ടികളോട് ഫോർ എക്സാമ്പിൾ പിന്നെ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അവർ AI ടൂൾ ഉപയോഗിച്ചിട്ട് എഴുതും അവർ. പക്ഷേ എന്താണ് അതിനുള്ള പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അതിനെയാണ്. കാരണം പിന്നെ അവർക്ക് ബേസിക് ആയിട്ടുള്ള കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് വെറും സ്വിച്ച് അമർത്താനോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ചെയ്യാനോ മാത്രമുള്ള ഒരു ജനതയായിട്ട് അവർ വളർന്നു വരും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടേ പറ്റുള്ളൂ. നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടേ പറ്റുള്ളൂ. AI മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞ മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഇന്നൊരു നല്ല പാട്ട് പാടണമെങ്കിൽ യേശുദാസിൻ്റെ ആവശ്യമില്ല.
നിങ്ങൾ AI ടൂള് വേണമെങ്കിൽ ഒരു പാട്ട് എഴുതണമെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഭാവനയുടെ ആവശ്യമില്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇതിൻ്റെ ക്രിയേറ്റർ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഈ AI വേണ്ട ഫീഡ് കൊടുത്തത് മനുഷ്യനാണ്, മനുഷ്യൻ്റെ ചിന്തകളാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഫീഡ്ബാക്ക് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാറിന് എന്തെങ്കിലും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രത്തിൻ്റെ ആ വികാസത്തെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ലോജിക്ക് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇനിയും നമുക്ക് അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകാത്തിടത്തോളം കാലം ശാസ്ത്രം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെ അറിവുകളെ കണ്ടെത്തുകയും ആ അറിവുകളെ ഉപയോഗപ്പെടുത്തി പുതിയ സൃഷ്ടികൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ പരമമായൊരു ധർമ്മം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചത്തിലെ ഒളിഞ്ഞു കിടക്കുന്ന അറിവുകൾ അതിനി എത്രയോ നമ്മൾക്ക് എന്താ പറയുക എക്സ്കവേറ്റ് ചെയ്യാനുണ്ട് എന്താ വെച്ചാൽ, ഈ കൊടുക്കും തോറും ഏറിടും എന്ന് പറയുന്ന പോലെ എന്നെ പഠിപ്പിച്ച ഒരു കെമിസ്ട്രി അധ്യാപകൻ, ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എന്നെ പഠിപ്പിച്ച ഒരു കെമിസ്ട്രി അധ്യാപകൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, വളരെ സീനിയറായിട്ടുള്ള വളരെ നല്ല പ്രഗത്ഭനായിട്ടുള്ള നല്ല അറിവുള്ളൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് പറഞ്ഞത് ക്ലാസ്സിൽ, ഇത് ഒരു പാരാവാരം പോലെ, ഒരു സമുദ്രം പോലെയാണ്. രസതന്ത്ര ജ്ഞാനം എന്ന് പറയുന്ന ഒരു പാരാവാരം പോലെയാണ്. അതിലേതാനും തുള്ളി വെള്ളം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ഇത്രയും കാലമായിട്ട് കുടിച്ചിട്ടുള്ളത്. അതായത് ഇനിയും ഞാൻ രസതന്ത്ര പാരാവാരത്തിൽ അറിയാനായി എത്രയോ ജന്മങ്ങൾ വേണ്ടി വന്നാലും സാധിക്കാത്ത അത്രയും കാര്യങ്ങളുണ്ട്. ഇത് തന്നെയാണ് ഓരോ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അതായത് പ്രപഞ്ചത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന അറിവുകൾ, ഇനിയും നമ്മൾ കണ്ടെത്താത്ത അറിവുകൾ എത്രയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ അറിവുകൾ തേടിയിട്ടുള്ള അന്വേഷണം മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതേ കാരണം കൊണ്ട് തന്നെ ശാസ്ത്രം മുന്നോട്ട് തന്നെ പോകും. അതിന് ഒരു തടയിടാനായിട്ട് ആർക്കും സാധിക്കില്ല. കാരണം പ്രപഞ്ചത്തെ അറിയുക എന്നുള്ള, പ്രപഞ്ചത്തെ അറിയാനുള്ള ജിജ്ഞാസ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇൻഹറൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാനവരാശി ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രപഞ്ച സത്യങ്ങൾ മുഴുവൻ അറിയുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകില്ല. അതേ കാരണം കൊണ്ട് തന്നെ ഇനിയും ലക്ഷോപലക്ഷം കൊല്ലം മുന്നോട്ട് പോയാലും നമ്മൾ ഇനിയും പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അറിഞ്ഞ് പ്രകൃതിയുടെ ഒരു നിയമമായിട്ട് അത് മനസ്സിലാകണം. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം കംപ്ലീറ്റ് ഇല്ലാത്തൊരവസ്ഥ വരണം, മനുഷ്യനില്ലാത്തൊരവസ്ഥ വരണം. മനുഷ്യനുള്ളിടത്തോളം കാലം പ്രപഞ്ച സത്യങ്ങളെ തേടിയുള്ള മനുഷ്യൻ്റെ പ്രയാണം തുടരുക തന്നെയും സയൻസ് മുന്നോട്ട് പോകാതെ തരമില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അതിന് ഇനിയും എത്രയോ മുന്നോട്ട് പോകാനുണ്ട്, എത്രയോ മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി അത് അവസാനിക്കുന്നില്ല. ഇനിയും വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഓരോ തലത്തിലും, അത് ഓരോ ശാസ്ത്രത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. നമ്മുടെ അടുത്ത ജനറേഷൻസ് തീർച്ചയായിട്ടും ശാസ്ത്രം കൂടുതൽ ദ്രുതഗതിയിലായിരിക്കാം ഒരുപക്ഷെ ഇനിയും വരാൻ പോകുന്ന കാലത്ത്. പക്ഷെ ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ ആമുഖത്തിലെ ആങ്കർ പറഞ്ഞതും സാറിപ്പോൾ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള ഈ ശാസ്ത്ര പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ശാസ്ത്രത്തിൻ്റെ കൈകാര്യം ചെയ്യാൻ, അതായത് ശാസ്ത്രത്തിനെ മാനേജ് ചെയ്യുന്നത്, അതിൽ നൈതിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തരമാണ്. നൈതിക മൂല്യങ്ങൾ ശാസ്ത്രപ്രയോഗത്തിൽ ഉണ്ടായിരിക്കണം. ശാസ്ത്രപ്രയോഗത്തിൽ നൈതിക മൂല്യങ്ങൾ എപ്പോൾ അവഗണിക്കപ്പെടുന്നുവോ അപ്പോൾ ശാസ്ത്രം പലപ്പോഴും ദുരന്തങ്ങളിൽ കലാശിക്കും. നേരത്തെ സാറ് പറഞ്ഞില്ലേ, അപ്പോൾ മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്നത് ലീക്ക് ചെയ്യുന്നൊരു ഘട്ടത്തിൽ അതിനെ എങ്ങനെ തടയിടാൻ സാധിക്കും, അതെല്ലാം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യം എന്താണെന്ന് യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഒട്ടും ആലോചിച്ചില്ല.
ഭോപ്പാൽ ട്രാജഡി എന്ന് പറയുന്ന ഒരു ദുരന്തം വന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ കശാപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ മാത്രമാണ് മീഥൈൽ ഐസോസയനേറ്റിൻ്റെ അപകടം ശരിക്കും മനസ്സിലാകുന്നത്. അപ്പം മനുഷ്യനവിടെ തെറ്റുപറ്റിയതാണ് പ്രശ്നം. മനുഷ്യൻ കണ്ടെത്തിയ ഒരു കാര്യം തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ മനുഷ്യൻ വേണ്ടത്ര അവധാനത പുലർത്തിയില്ല, അല്ലെങ്കിൽ മനുഷ്യന് തെറ്റുപറ്റി എന്നുള്ളതാണ് പ്രയാസം. അപ്പോൾ ശാസ്ത്രത്തെ പോഷിപ്പിക്കുന്നതും ശാസ്ത്രത്തിലെ ചില കാര്യങ്ങൾ ബന്ധപ്പെടുത്തി ചില ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനും മനുഷ്യനാണ് സത്യത്തിലെ കാരണക്കാരൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നുകൂടാ എന്നുള്ളത്. അപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തോത് കൂട്ടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഓട്ടോമൊബൈൽസിൽ നിന്നാകാം, തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നാകാം, മറ്റേതെങ്കിലും വഴിക്കാകാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തോത് കൂടുന്നു. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് തോത് കൂട്ടാതെ അത് കുറയ്ക്കാനോ അത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിലനിർത്താനോ മനുഷ്യൻ വിചാരിച്ചാൽ സാധിക്കുമെന്നുള്ളതാണ്. ഇത്ര കാലമായിട്ട് നമ്മളതിന് തയ്യാറെടുത്തില്ല. പക്ഷെ ഇപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനാൽ കൂടുതൽ ലെവലിലേക്ക് പോയി ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോഴാണ് ലോകരാജ്യങ്ങളിത് ചർച്ച ചെയ്യാനും ഇത് കുറയ്ക്കാനും അല്ലെങ്കിൽ ഇത് നിജപ്പെടുത്താനുമുള്ള എന്തെല്ലാം നിയമനിർമ്മാണങ്ങളാണ് വേണ്ടത് ഗ്ലോബലായിട്ട് എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദുരന്തങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു, ശാസ്ത്രത്തിനോടൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു, പക്ഷെ അത് തടയാനും അത് മുൻകൂട്ടി കാണാനും അത് നിയന്ത്രിക്കാനുമുള്ള ആർജവവും തൻ്റെടവും മനുഷ്യരാശി തന്നെ കാണിക്കണം. എന്നാൽ സുഖകരമായിട്ടുള്ള ഒരു ജീവിതം ശാസ്ത്രത്തോടൊപ്പം, ശാസ്ത്രത്തിൻ്റെ ആ പ്രയാണത്തോടൊപ്പം ഒരു സുഖകരമായ മനുഷ്യജീവിതം മനുഷ്യനെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം, നമുക്ക് എങ്ങനെ അതിനെ മനുഷ്യന് ഗുണകരമായ രീതിയിൽ മാത്രം മാനേജ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെങ്ങനെ തടയാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ മനുഷ്യൻ തന്നെ, അതായത് ശാസ്ത്രജ്ഞർ തന്നെ മനുഷ്യൻ തന്നെ അത് കണ്ടെത്തണം. അത് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്യാനായിട്ട് മനുഷ്യനെ സാധിച്ചിട്ടുണ്ട്, ശാസ്ത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള കേപ്പബിലിറ്റി ശാസ്ത്രജ്ഞരുണ്ട്. ഇപ്പോൾ ഹാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ഹാക്ക് ചെയ്തു എന്ന് പറയാറുണ്ട്. പക്ഷേ ഹാക്കിങ്ങിനെ തടയിടാനായിട്ടുള്ള ടെക്നോളജി ഇപ്പോൾ കുറേ രംഗങ്ങളിലെങ്കിലും വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ശാസ്ത്രത്തിന് നേരിടാൻ സാധിക്കുന്ന ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് അറിയും, അത് സാധിക്കും. പക്ഷേ സാറ് പറഞ്ഞ പോലെ അത് ഇൻസ്റ്റൻ്റായിട്ട് സാധിച്ചൊന്നും വരില്ല. ചിലപ്പോഴേ കുറേ പേരുടെ ജീവൻ ബലിയാടായതിനു ശേഷമായിരിക്കും അത് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കോവിഡിന് നമ്മൾ എത്രയോ പേരുടെ ജീവൻ നൽകേണ്ടി വന്നു. അതിനുശേഷം മാത്രമേ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് വാക്സിൻ കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂ. അപ്പം അങ്ങനെയുള്ള പരിമിതികൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. പക്ഷെ ഇതെന്തൊക്കെയായാലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശാസ്ത്രത്തിൻ്റെ നൈതികമായിട്ടുള്ള പ്രയോഗം എന്നുള്ളത് വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശാസ്ത്രജ്ഞന്മാരും അല്ലാത്തവരും അതുപോലെ തന്നെ ഭരണാധികാരികളും ഇത് കൈകാര്യം ചെയ്യുന്നവരും നിർമ്മാതാക്കളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റും എല്ലാവരും ഈ നൈതികത ഉയർത്തിക്കൊണ്ട് മനുഷ്യ പുരോഗതി എന്നുള്ളത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ശാസ്ത്രപ്രയോഗത്തിലെ നൈതികതയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇനിയുള്ള കാലങ്ങളിൽ പ്രത്യേകിച്ചും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായമായിട്ട് മുന്നോട്ട് വന്നാൽ, കാരണം നിങ്ങളുടെ തലമുറ എൻ്റെ തലമുറയേക്കാൾ ഇളയ തലമുറയാണ് സുജിത്തിൻ്റെ തലമുറയേക്കാൾ ഇളയ തലമുറയാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ. നിങ്ങളാണ് ഭാവിയിൽ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യേണ്ട ആൾക്കാർ. അത് ശാസ്ത്രം പഠിച്ചവർ തന്നെ ആവണമെന്നില്ല. നമുക്കറിയാലോ, ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്രം പഠിച്ചവർ മാത്രമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പറയാം. കാരണം ഭാവിയിൽ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യേണ്ടവർ നിങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. സുജിത് സാർ ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഭാഷയിൽ ഈ സയൻസിലെ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. രസകരമായ കഥകളിൽ കൂടെ അദ്ദേഹത്തിന് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹാർദമായി നന്ദി പറഞ്ഞുകൊള്ളു.